ഹലോ, നമ്മൾ ഇൻഡേഴ്സ് 150ൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് പോവുകയാണ്. ഇത് റവന്യൂ റെക്കഗ്നിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷന് വേണ്ടി ഇൻഡേഴ്സ് 150 5 സ്റ്റെപ്പ് അപ്രോച്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് മോഡലാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സെഷനിൽ. അപ്പോൾ 5 സ്റ്റെപ്പ് മോഡൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പളിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്, അതിൻ്റെ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച്. ബിക്കോസ് ബിസിനസ് എങ്ങനെയാണ് ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന 5 സ്റ്റെപ്പ് മോഡലിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ. 5 സ്റ്റെപ്പ് ഉണ്ട്, അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ. ഇനി ബിസിനസ്സിന് കോൺട്രാക്റ്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി ഒരു കോൺട്രാക്റ്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന 5 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഓക്കെ, 5 സ്റ്റെപ്പ് മോഡൽ എന്ന് പറയുന്നത് തന്നെ 5 സ്റ്റെപ്പാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ 5 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. അതായത് ഐഡൻറ്റിഫൈയിങ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് 1ൽ 5 കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോൺട്രാക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് അപ്രൂവൽ. 2 പാർട്ടീസും കോൺട്രാക്റ്റിനെ അപ്രൂവ് ചെയ്യണം. ബിസിനസ്സും കസ്റ്റമറും കോൺട്രാക്റ്റിനെ സെയിം രീതിയിൽ ഒരേ രീതിയിൽ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അപ്രൂവൽ ഉണ്ടെന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അപ്രൂവൽ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റൈറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ. 2 പാർട്ടിയുടെയും, അതായത് ബിസിനസ്സിൻ്റെയും കസ്റ്റമറുടെയും റൈറ്റ്സ് എന്തൊക്കെയാണ്, ആ ഒരു കോൺട്രാക്റ്റിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ പേയ്മെൻറ്റ് ടേംസ് ക്ലിയർ ആയിരിക്കണം. കോൺട്രാക്റ്റിൻ്റെ എൻഡിൽ നമ്മൾക്ക് കൺസിഡറേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് പേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ടേംസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റിനെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഫിനാൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കളക്ഷൻ പ്രോബബിലിറ്റി. അതായത് ഒരു കോൺട്രാക്റ്റിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ വരുന്നത് എപ്പോഴാണ്, ട്രാൻസാക്ഷൻ പ്രൈസ് പേ ചെയ്യുക അല്ലെങ്കിൽ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുക. പ്രോമിസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൺസിഡറേഷൻ റിസീവ് ചെയ്യണം. അപ്പോൾ ആ കൺസിഡറേഷൻ്റെ റിസീപ്റ്റിൻ്റെ പ്രോബബിലിറ്റി ഷുവർ ആയിരിക്കണം. ആർക്ക്? ബിസിനസ്സിന് കളക്ഷൻ കിട്ടും അല്ലെങ്കിൽ റവന്യൂ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റിൻ്റെ ഇൻകം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ ആണ്. ഈ ഐഡൻറ്റിഫൈ ദ കോൺട്രാക്റ്റിനെ അക്കൗണ്ടിങ് പർപ്പസിന് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ അപ്രൂവൽ, രണ്ടാമത്തെ റൈറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ, മൂന്നാമത്തെ ക്ലിയർ പേയ്മെൻറ്റ് ടേംസ്, നാലാമത്തെ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം, അഞ്ചാമത്തെ കളക്ഷൻ പ്രോബബിലിറ്റി ഷുവർ ആയിരിക്കണം. ഓക്കെ, നമുക്കിതിനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് കോൺട്രാക്റ്റ് അപ്രൂവൽ. കോൺട്രാക്റ്റ് അപ്രൂവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ബിസിനസ്സും കസ്റ്റമറും കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യേണ്ട കാര്യത്തിൽ, അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഗുഡ്സിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും കൃത്യമായിട്ട് കോൺട്രാക്റ്റിലെ ടേംസ് മനസ്സിലാക്കി അപ്രൂവ് ചെയ്യണം. അപ്രൂവൽ റൈറ്റിങ്ങിലാവാം, ഓറലാവാം, അല്ലെങ്കിൽ ത്രൂ ആക്ഷൻസ് ആവാം. ഏത് രീതിയിലായി കഴിഞ്ഞാലും 2 പേരുടെയും അപ്രൂവൽ വേണം. ഒരാളുടെ മാത്രം അപ്രൂവൽ ഉണ്ടായിട്ട് കാര്യമില്ല, 2 പേരും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്റ്റിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, മൊബൈൽ കമ്പനിയും കസ്റ്റമറും ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷന് വേണ്ടി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. നമ്മൾക്കറിയാം, നമ്മളൊരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ മൊബൈൽ എടുക്കാൻ പോകണം, ഒരു സിം എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ആധാർ കാർഡിന് പകരം തമ്പ് ഇംപ്രഷൻ ആണ് എടുക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഈക്വലൻ ടു സൈനിങ് എ കോൺട്രാക്റ്റ് ആണ്. അതായത് നിങ്ങളുടെ സർവീസ് ഞങ്ങൾ എടുക്കുകയാണ്, അതിന് പകരം ഞങ്ങൾ മന്ത്ലി ഒരു ഫീസ്, ഒരു സ്പെസിഫിക് എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാം എന്നാണ് അതിലൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയും ഈക്വലായിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, കസ്റ്റമറും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പേരുടെ സൈഡിൽ നിന്ന് അപ്രൂവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകത്തിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കോൺട്രാക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റ് ത്രൂ ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്ന ഐഡൻറ്റിഫയബിൾ റൈറ്റ്സ്. അതായത് കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം 2 പാർട്ടിയും എന്തൊക്കെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ 2 പാർട്ടിയുടെയും റൈറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിളിൽ കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഫർണിച്ചർ സ്റ്റോറിൽ പോവുകയാണ്, നമ്മളൊരു സോഫ മേടിക്കാൻ പോവുകയാണ്. നമ്മൾ സോഫ മേടിക്കുന്നു.
അപ്പോൾ ഫർണിച്ചർ സ്റ്റോർ പറയുന്നു നിങ്ങൾ 30,000 രൂപ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സോഫ തരാം. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫയബിൾ റൈറ്റ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ 30,000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് സോഫ കിട്ടണം എന്നുള്ളൊരു ഐഡൻറ്റിഫയബിൾ റൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫർണിച്ചർ സ്റ്റോർ ഒരു സോഫ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള 30,000 രൂപ റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റും റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഐഡൻറ്റിഫയബിൾ റൈറ്റ്സ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ പേയ്മെൻറ്റ് ടേംസ് ക്ലിയർ ആയിരിക്കണം. ഏതൊക്കെ ടൈമിൽ പേ ചെയ്യും, എത്ര എമൗണ്ട് പേ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ ആ ഒരു കോൺട്രാക്റ്റിനെ അക്കൗണ്ടിങ് പർപ്പസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജിം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ സപ്പോസ് ആനുവലി 10,000 റുപ്പീസാണ് ഫീസെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് ജിമ്മിലെ ആ ഒരു ജിം പറയുകയാണ് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നാൽ മതി ആനുവലി. അതായത് 5,000 ഹാഫ് ഇയർലി, പിന്നത്തെ ഹാഫ് ഇയറിൽ 5,000, അങ്ങനെ 10,000 രൂപ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നാൽ മതി. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ടേംസ് ക്ലിയർ ആണ്. 10,000 രൂപയാണ് ഫീസ്, പക്ഷേ വർഷത്തിൽ 2 ഹാഫിലായിട്ട് കൊടുത്താൽ മതി. 5,000 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ടേംസ് ക്ലിയർ ആണ്. ഓക്കെ, പേയ്മെൻറ്റ് ടേംസ് ക്ലിയർ ആകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടിക്കും അവരുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനും കൃത്യമായിട്ട് മനസ്സിലാവും. മാത്രമല്ല എപ്പോഴാണ് ആ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളൊരു ടൈമിങ്ങും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 3 കണ്ടീഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്. ഈ ഒരു കോൺട്രാക്റ്റിന് ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാണ്. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂവിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അങ്ങനത്തെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു മോണിറ്ററി ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കണം. അത് ഗുഡ്സ് ആയാലും ശരി, സർവീസ് ആയാലും ശരി, ഈവൻ മണി ആയാലും ശരി. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു കമ്പനി 50,000 രൂപയുടെ ഗുഡ്സ് സെല്ല് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 50,000 രൂപയുടെ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടണം? ബിസിനസ്സിന് 50,000 രൂപ കിട്ടണം. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് മോണിറ്ററി വാല്യൂ ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ നേച്ചറിലുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് കസ്റ്റമർക്ക് സർവീസ് റെൻഡർ ചെയ്താലോ അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി ചെയ്താലോ അതിൻ്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒരു പ്രോബബിൾ ആയിരിക്കണം, ആ റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രോബബിലിറ്റി കൺഫേംഡ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ ഡീലർ ഒരു കാർ വിൽക്കുകയാണ്, ലോൺ ഉണ്ട്. അപ്പോൾ ബയർ ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബയ്യറുടെ ക്രെഡിറ്റ് വർത്തിനെസ് നമ്മൾക്ക് ഇപ്പോൾ സിബിൽ സ്കോറൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ സിബിൽ സ്കോർ നല്ല സ്കോർ ആണെങ്കിൽ കാർ ഡീലർക്ക് ഉറപ്പിക്കാം, ഓക്കെ ലോൺ ആണെങ്കിലും നമ്മൾക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ക്യാഷ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ കളക്ഷൻ പ്രോബബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ പറയുന്ന 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഐഡൻറ്റിഫൈയിങ് ദ കോൺട്രാക്റ്റ്, അത് നമ്മൾക്ക് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾക്കൊരു ഇല്ലസ്ട്രേഷൻ കൂടി നോക്കാം. ഈ 5 കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഈ 5 കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഓക്കെ ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്, അത് അക്കൗണ്ടിങ്ങിന് വേണ്ടി റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് നമ്മളൊരു ബേക്കറിയിൽ പോവുകയാണ്, നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് വേണ്ടി നമ്മൾ കേക്ക് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ കേക്ക് ഷോപ്പ് എന്ത് ചെയ്യുകയാണ്? കേക്ക് ഷോപ്പ് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ കേക്ക് ഡെലിവറി ചെയ്തോളാം, ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേക്ക് ഞങ്ങൾ ഡെലിവറി ചെയ്തോളാം. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് ഉണ്ട് അല്ലേ? അതായത് രണ്ടുപേരുടെയും അപ്രൂവൽ അവിടെ കിട്ടി. അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പറഞ്ഞു അല്ലെങ്കിൽ കേക്ക് ഷോപ്പ് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ കേക്ക് സപ്ലൈ ചെയ്തോളാം, നിങ്ങളെന്ത് ഇതാ കൊടുത്തേ, നിങ്ങൾ പറഞ്ഞു കേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത്ര എമൗണ്ട് തന്നോളാം. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു അഗ്രിമെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ രണ്ടുപേരും ഈക്വലി അപ്രൂവ് ചെയ്തു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈനിങ് ദ റൈറ്റ്സ് ആണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനിൽ റൈറ്റ്സ് ഡിഫൈൻ ചെയ്യണം. ഇവിടെ റൈറ്റ്സ് എന്താണ്? കസ്റ്റമറുടെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് 5,000 രൂപയാണ് അത്രയും കേക്ക് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ കേക്ക് കിട്ടണം എന്നുള്ളൊരു റൈറ്റ് ഉണ്ട്. മാത്രമല്ല ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താ റൈറ്റ്? കേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5,000 രൂപ കിട്ടണം, 5,000 രൂപ കളക്ട് ചെയ്യണം എന്നുള്ളൊരു റൈറ്റ് അവിടെ ഡിഫൈൻ ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടേംസ് ക്ലിയർ ആയിരിക്കണം. പേയ്മെൻറ്റ് സ്ട്രക്ചർ കസ്റ്റമർ പറയുകയാണ് അഡ്വാൻസ് ആയിട്ട് 2,500 രൂപ തരാം, ബാക്കി ഡെലിവറിയുടെ സമയത്ത് ബാക്കി 2,500 ഡെലിവറി. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ടേംസും ക്ലിയർ ആണ്. അപ്പോൾ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടാവണം. ഈ ഒരു കോൺട്രാക്റ്റ് കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ട്. ബിക്കോസ് ഇവിടെ
ഒരു കേക്ക് ഡെലിവറി ചെയ്യാമെന്നുള്ളൊരു ആക്ച്വൽ പ്രോമിസ് അവിടെ ഉണ്ട്. മാത്രമല്ല കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പ്രൈസ് ആയിട്ടുള്ള 5000 രൂപ തരാം, അല്ലെങ്കിൽ അഡ്വാൻസ് കഴിച്ചിട്ട് ബാക്കി 2500 തരാം. അപ്പോൾ ഒരു മോണിറ്ററി വാല്യൂവിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു റിയൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉള്ളൊരു കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ പ്രോബബിലിറ്റി ഓഫ് പേയ്മെൻറ്റ് കിട്ടുമെന്നുള്ളൊരു ധൈര്യം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധൈര്യം ആർക്ക് വേണം? ബിസിനസ്സിന് വേണം. അപ്പോൾ ബേക്കറി കോൺഫിഡൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു കസ്റ്റമർ ആയിരിക്കുള്ളൂ അങ്ങനെ തരുന്നത്, അങ്ങനെ ധൈര്യമായിട്ട് തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 5 കണ്ടീഷൻ, ഐഡൻറ്റിഫൈങ് ദ കോൺട്രാക്റ്റിൽ 5 കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി ഒരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റവന്യൂ റെക്കഗ്നേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഐഡൻറ്റിഫൈങ് ദ കോൺട്രാക്റ്റിലെ 5 കണ്ടീഷൻസ് മീറ്റ് ചെയ്തു. ഒന്നാമത്തെ അപ്രൂവൽ വേണം, റൈറ്റ്സ് ഡിഫൈൻ ചെയ്യണം, പേയ്മെൻറ്റ് സ്ട്രക്ചർ ക്ലിയർ ആയിരിക്കണം, കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം, പേയ്മെൻറ്റ് കളക്ഷൻ പ്രോബബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഈ 5 കണ്ടീഷൻസും മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? ഇതൊരു വാലിഡ് കോൺട്രാക്റ്റാണ് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.